ചെയ്യാത്ത കുറ്റത്തിന് പതിറ്റാണ്ടിലേറെ അനുഭവിച്ച വേദനയുടെ കഥയാണ് മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ആനന്ദ് വിശ്വനാഥിന് പറയാനുള്ളത്. ഒടുവിൽ നീതിദേവത കനിഞ്ഞതിന്റെ ആശ്വാസവും ഒരു നെടുവീർപ്പോടെ പറയുകയാണ് ഈ അധ്യാപകൻ. 2014 ഓഗസ്റ്റിൽ നടന്ന MA എക്കണോമിക്സ് 2ാം സെമസ്റ്റർ പരീക്ഷാ ഹാളിൽ കോപ്പിയടി പിടിച്ചതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾ അധ്യാപകനെതിരെ പീഡന പരാതി നൽകിയത്. ഈ 6-ാം തീയതി തൊട്ട് 10 ദിവസം ഓണം വെക്കേഷനിൽ ഞാൻ വീട്ടിൽ ചെന്ന് ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത് കാണും എന്ന് വെച്ചിട്ടാണ് ഞാൻ പോയത്. തിരിച്ചു വരുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നത് എനിക്കെതിരായിട്ട് ഇവിടെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെന്ന്. സ്വാഭാവികമായിട്ടും ഞാൻ ചോദിച്ചു, ഈ വക കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പലാണ് ചർച്ച ചെയ്യേണ്ടത്. പ്രിൻസിപ്പൽ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ദിവസം കൂടാം, സാർ വന്നിട്ട് കൂടാം. അല്ല, എന്നെ കൊണ്ട് വന്ന HOD കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ടാണ് 1-2 പേർ വന്നിട്ടില്ല. എന്നിട്ട് ഇവർ ഏകപക്ഷീയമായിട്ട് തീരുമാനിച്ച് ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെയും ഇവിടെ റിപ്പോർട്ട് ചെയ്ത് ഞാൻ കുറ്റക്കാരനാക്കപ്പെടുകയും ചെയ്തു. പരീക്ഷ ഇൻവിജിലേറ്റർ ആയിരുന്നയാൾ വിദ്യാർത്ഥികൾ കോപ്പിയടിച്ച വിവരം സർവകലാശാലയെ അറിയിച്ചിരുന്നില്ല. ഇതും ആനന്ദ് വിശ്വനാഥിന് തിരിച്ചടിയായി. SFI അനുഭാവികളായ വിദ്യാർത്ഥിനികൾ പരാതി തയ്യാറാക്കിയത് മൂന്നാറിലെ CPIM പാർട്ടി ഓഫീസിൽ വെച്ചാണെന്ന് സർവകലാശാല അന്വേഷണ കമ്മീഷൻ പിന്നീട് കണ്ടെത്തി. പെൺകുട്ടികൾ തന്നെ ഇക്കാര്യം കമ്മീഷനോട് തുറന്നു പറഞ്ഞു. A to Z വരെ തീരുമാനിച്ചത് CPIM പാർട്ടി ഓഫീസിൽ വെച്ചിട്ടാണ്. എന്നിട്ട് ഇവരുടെ അനുകൂല സംഘടനകളായ AKGCTയും SFIക്കാരന്മാരെല്ലാം കൂടി ചേർന്നുണ്ടാക്കിയ ഒരു നാടകമാണിത്. എന്നാൽ കോളേജ് എഡ്യൂക്കേഷനിലുള്ള ആൾക്കാർ ഈ ഒരു എൻക്വയറി പ്രോപ്പറായിട്ട് സംഘടിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഒക്കെ ഏകപക്ഷീയമായിരുന്നു. 5 വിദ്യാർത്ഥിനികളുടെ പരാതിയിൽ മൂന്നാർ പോലീസ് അന്ന് 4 കേസുകൾ എടുത്തിരുന്നു. 2 കേസുകളിൽ അധ്യാപകനെ കോടതി വെറുതെ വിട്ടു. മറ്റു 2 കേസുകളിൽ 3 വർഷം തടവിനും കോടതി വിധിച്ചു. ഇത് ചോദ്യം ചെയ്ത് ആനന്ദ് വിശ്വനാഥൻ നൽകിയ അപ്പീലിലാണ് തൊടുപുഴ സെഷൻസ് കോടതി വിധിയുണ്ടായത്. സംഭവത്തിൽ തന്നെ കുടുക്കാൻ കോളേജ് അധികൃതരും കൂട്ടുനിന്നതായാണ് ആനന്ദിന്റെ ആരോപണം. ന്യൂസ് മലയാളം, ഇടുക്കി.